ഞാൻ പോപ്കോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തായി ആവാൻ തുടങ്ങി. സൂപ്പർ, നല്ല ടേസ്റ്റ് ആണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ പോപ്കോൺ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പൂജ നിങ്ങൾക്ക് വീണ്ടും വെൽക്കം ചെയ്യും എൻ്റെ വ്ളോഗിലേക്ക്. ഇന്നലെ നമ്മുടെ ഇവിടെ നല്ല പരിപാടി ഉണ്ടായിരുന്നു. രാം മന്ദിറിലേക്ക് രാമമൂർത്തിയുടെ പ്രാൺ പ്രതിഷ്ഠ ആയിന. സോ അത് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ കൂടി നല്ല അമ്പലത്തേക്ക് നല്ല പരിപാടി ഉണ്ടായിരുന്നു. സോ ഞാനമ്മ കുറച്ച് പോയിണ്ടായിരുന്നു. ഭജൻ, പിന്നെ കുറച്ച് ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് മീൻസ് കൈക്കോട്ടക്കളി അമ്മ കൈക്കോട്ടക്കളി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. സോ അതിന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ശേഷം ഇടും. സോ നിങ്ങൾ നോക്കൂ ജസ്റ്റ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണിക്ക് പ്രസ് ചെയ്യൂ, ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തിരുവല്ലാമല ഗ്രൂപ്പ് പനങ്ങാട്ടുരം ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ ശ്രീ നന്ദകുമാർ സാർ, ക്ഷേത്രോപദേശക സമിതിക്ക് വേണ്ടി ആനന്ദേട്ടൻ, മച്ചാട് മാമാങ്കം തെക്കുംകര ട്രഷറർ പ്രവീൺ മേലേതിൽ, കർസേവകൻ എം കെ സോമൻ, വിവേകാനന്ദ സേവാ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് അനിൽകുമാർ എന്നിവരെ 1000 സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഉടൻ തന്നെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും കാത്തിരുന്ന ആതിരനിലാവ് കൈകൊട്ടി കളി സംഘത്തിന്റെ തിരുവരങ്ങാട്ടം ക്ഷേത്ര സന്നിധിയിൽ ഉടൻ നടക്കുന്നതാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ചുവന്ന മാറ്റിന് പുറകിലേക്ക് നിന്ന് എല്ലാവരും സഹകരിക്കണം. മാറ്റിലാരും നിൽക്കരുത്. മുമ്പിലുള്ളവർ ഇരുന്ന് പുറകിലുള്ളവർക്ക് കാണുന്നതിനുള്ള സൗകര്യം ചെയ്യണം. നമ്മളെല്ലാവർക്കും നല്ല രീതിയിൽ പരിപാടി കാണണം. എല്ലാവരും മാറ്റിന് പുറകിൽ നിൽക്കുന്നവർ, മുമ്പിൽ നിൽക്കുന്നവർ ഇരിക്കുക, അതിന്റെ ബാക്കിലുള്ളവർ നിൽക്കുക. എല്ലാവർക്കും കാണണം, സഹകരിക്കുക. പ്രോഗ്രാം തുടങ്ങുകയാണ്. എല്ലാവരും നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ആതിരനിലാവിനെ സ്വാഗതം ചെയ്യാം. നമ്മുടെ മച്ചാട് പ്രദേശത്ത് ആദ്യമായിട്ടാണ് തിരുവരങ്ങാട്ടം എത്തുന്നത്. നല്ലൊരു കയ്യടിയോടുകൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും പരിപാടിയിലേക്ക് വിവേകാനന്ദ സേവാ സമിതിയുടെ ഹാർദവമായ സ്വാഗതം.
ഗംഭീരാക്കി. അവസാന നിമിഷം വരെ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച സോ ഫ്രണ്ട്സ് നിങ്ങളുടെ കണ്ട ഞാൻ നല്ല ഒരു കുറച്ച് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻസ് അമ്പലത്തേക്ക് പരിപാടിക്ക് നല്ല പരിപാടിയായി. പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു. സോ ഞാനമ്മ കുറച്ച് കഴിച്ചിട്ട് വന്നു. ഞാനമ്മ മാത്രം പോയിണ്ടായിരുന്നു. സജ്ജൽ സെന്നിൽ അവർക്ക് ജോലി ഉണ്ടായിരുന്നു. അമ്മ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ്. അന്നദാനംക്ക് ഫുഡ് നമുക്ക് ഇഷ്ടമാണ്. ഞാനമ്മ കഴിച്ചു. പിന്നെ അത് പ്രസാദം ഇന്ത്യന. സോ അതിന്റെ ടേസ്റ്റ് കൂടും അമ്മ. അത് ഞാനമ്മ കഴിച്ചിട്ട് വന്നു. പിന്നെ ഇപ്പോ ആക്ച്വലി ഇപ്പോ വൈകുന്നേരമായി. പിന്നെ നമുക്ക് അങ്ങനെ കുറച്ച് എന്താ പറയണേ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. സോ നമുക്ക് കുറച്ച് അത് ഉണ്ടാക്കാം. ആക്ച്വലി ഇവിടെ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ചോറും ആയിണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പിന്നെ അത് കഞ്ഞി വാർക്കെടുക്കാം. ഇവിടെ കഞ്ഞി പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കഞ്ഞി വെള്ളം നമുക്ക് മാറ്റി അങ്ങനെ എടുക്കാം. പിന്നെ ഇത് പിന്നാണ് നമ്മള് ക്ലിപ്പ് നമുക്ക് അങ്ങനെ വെക്കണം. പിന്നെ അത് സോ എന്റെ കന്നി വാർക്ക് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാം. കുറച്ച് അങ്ങനെ നമുക്ക് എന്താ പറയണേ നന്നായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. സോ പിന്നെ എനിക്ക് കുറച്ച് അത് കട്ട്ലേറ്റ് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് ബോറായി. സോ ഞാൻ പെട്ടെന്ന് നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. പിന്നെ അത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആവും അമ്മ. സോ അത് ഉണ്ടാക്കാം. ഞാൻ പോപ്കോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അങ്ങനെ ഒരു പാക്കറ്റിലേക്ക് കിട്ടും. നോക്കൂ ഫ്രണ്ട്സ്, ഇവിടെ പോപ്കോൺ മേസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്കത് ഉണക്കച്ചൊല്ലം പറയണ ഉണക്കച്ചൊല്ലം ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും. പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാം കുറച്ച് ഈസിയാണ്. സോ അത് വേണ്ടിട്ട് ഞാനിത് പാക്കറ്റിന് വെടിക്കണേ. അത് പ്രൊമോഷണൽ വീഡിയോ ഇല്ല, ഇത് ഞാൻ അങ്ങനെ കഴിക്കുന്നു. സോ അത് വേണ്ടിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാൻ. നിങ്ങളുടെ ഇവിടെ ഏതാ കമ്പനി കിട്ടുമ്പോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കണം. അങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട്. പിന്നെ അത് കൂടുതലാവും. നമ്മുടെ പോപ്കോൺ കുറച്ച് എമൗണ്ടിന് നമുക്ക് കൂടുതൽ കിട്ടും. ഉണ്ടാക്കി റെഡിയാക്കാം. പിന്നെ അത് ചോളം പോപ്കോൺ. അത് പോപ്കോൺ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഞാൻ 2 ടൈപ്പ് ഉണ്ടാക്കും. മീൻസ് എനിക്ക് അമ്മക്ക് സാധാ ആയിട്ട് ഇഷ്ടമാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ടെന്ന് സജിൽ, അവർക്ക് കുറച്ച് അങ്ങനെ എരിവായിട്ട് ഇഷ്ടമാണ്. സോ നമുക്ക് 2 ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. ആക്ച്വലി എനിക്ക് അമ്മക്ക് എത്ര എരിവ് കഴിക്കാൻ ഇഷ്ടം മീൻസ് കഴിക്കാൻ പറ്റില്ല. സജ്ജൽ കൂടുതൽ എരിവ് കഴിക്കുന്നുണ്ട്. അത് എത്ര എരിവ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. സോ അത് വേണ്ടിട്ട് അത് വേറെ ഉണ്ടാക്കാം. ഫസ്റ്റ് എന്റെ അമ്മക്ക് കുറച്ച് ഉണ്ടാക്കാം. പിന്നെ സജിൽക്ക് ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിയിട്ട് നമുക്ക് കഴിക്കാം. സജിൽ വീട്ടിൽ തന്നെ ഉണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്സ് റെഡിയാക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് എടുക്കാം. കുരുമുളക് കുറച്ച് പൊടിച്ചിട്ട് നമുക്ക് എടുക്കാം. കുരുമുളക് പോപ്കോൺ നമുക്ക് ഉണ്ടാക്കാം. ബ്ലാക്ക് പെപ്പർ പോപ്കോൺ ഇത്ര എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് കുറച്ച് പൊടിച്ചിട്ട് നമുക്ക് എടുക്കാം. ആവശ്യത്തിന് നമുക്ക് എടുക്കാം ഇതിന് പൊടി. സോ ഇത് നമുക്ക് ഇടിക്കുന്ന കല്ലിലേക്ക് വെക്കാം. ഇതിന് നമുക്ക് ഇത് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ജാർ യൂസ് ചെയ്യാം. പക്ഷെ ഇത് കുറച്ച് ലൂസ്, അത് വേണ്ടിട്ട് ഞാൻ ചാടിപ്പോയി ഇവിടെ പോയി ഇതിലിടാം. കുറച്ച് കൈ അങ്ങനെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ചാടിപ്പോവും. സോ ഇത് നമുക്ക് നൈസായിട്ട് കുറച്ച് പൊടിച്ചിട്ട് എടുക്കണം. ഇതിനൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഹിന്ദിയിലേക്കാണ് ഖൽബട്ട പറയും. ഖൽബട്ട മലയാളത്തിലേക്ക് എടുക്കുന്ന കല്ല് പറയുന്നേ. ചതച്ചെടുക്കാം നമുക്ക്. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, കുറച്ച് പൊടിക്ക് ആയിണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് നൈസ് ആയിട്ട് വേണം. സോ കുറച്ച് നൈസ് ആയിട്ട് നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് പിന്നെ അങ്ങനെ ചെയ്യാം കുറച്ച്. സോ അത് കുറച്ച് കൂടി പൊടിയാവും. ഇതാണ് എന്റെ ട്രിക്ക്. ഇത് ട്രിക്ക് ഇല്ല അമ്മ,
ഇത് വെറുതെ പറയണ്ട, ഞാൻ ചതച്ചേക്കാം. പൊടിക്ക് ആയിണ്ടേ, പക്ഷെ കുറച്ചുകൂടി ആവണം. ഇത് ഞാൻ ഫുൾ ചെയ്തിട്ട് പിന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പോ ഇത് എന്റെ ക്രഷ് ചെയ്തിട്ട് ആയിണ്ട്. ഞാനിത് ഒരു പാത്രത്തിലെ മാറ്റി വെക്കാം. പിന്നെ ഇത് ഞാൻ ഡബ്ബിൽ വെക്കാം, എയർ ടൈറ്റ് ഡബ്ബിലേക്ക്. സോ നമുക്ക് അത് ആവശ്യം വരുമ്പോൾ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം, കുരുമുളക് പൊടി യൂസ് ചെയ്യാം. നൈസായിട്ട് അങ്ങനെ കുറച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കണം കത്തിന്. അത് സ്റ്റിക്കായി ഉണ്ടാവുന്ന നമ്മുടെ പൊടി കുറച്ച് അത് വേണ്ടിയിട്ടാണ്. സോ നോക്കൂ ഫ്രണ്ട്സ്, ഇപ്പൊ നൈസായിട്ട് അത് പൊടിക്കായിണ്ട്. ഇപ്പൊ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. സോ ഇത് നോക്കൂ ഫ്രണ്ട്സ്, ഞാനിത് കുറച്ച് പോപ്കോൺ എടുത്തു. ഇത് കുറച്ച് ഒരു പിടിക്ക് ഉണ്ടാവും ഇത്. സോ ഇത് നമുക്ക് മതിയാവും, എനിക്ക് അമ്മക്ക്. സോ ഇപ്പൊ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഞാനൊരു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ പാന് ചട്ടി അത് എടുക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇത് ഗ്യാസ് കത്തിച്ചു ഞാൻ. ഇപ്പോ ഇതിൽ നമുക്കത് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് മതി, ഇത് മതി. ഇത് 2 സ്പൂണ് എണ്ണ ഞാൻ ഇതിൽ വെച്ചു. എണ്ണത്തേക്ക് നമുക്കൊന്ന് കുറച്ച് എണ്ണ ചൂടാവണം. ചൂടായി തുടങ്ങി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് 1/2 ടീസ്പൂൺ. പിന്നെ കുറച്ച് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിന് ഇതിൽ ഇടണം, മതിയാവും. കുറച്ച് അത് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ പോപ്കോൺ ഉണ്ടേന, അത് കുറച്ച് ഇടണം. പിന്നെ അത് കുറച്ച് അങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് അടിച്ച് വെക്കാം. ഇത് കുറച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെക്കണം. ഇതിന് 5 മിനിറ്റിനേക്ക് ഇത് അങ്ങനെ ആവും. നമ്മുടെ പോപ്കോൺ റെഡി ആവും, പൊട്ടി തുടങ്ങും. കുറച്ച് 2 മിനിറ്റ് ആയ ശേഷം ഇത് പൊട്ടി തുടങ്ങും. 5 മിനിറ്റിന് അത് ഫുൾ പൊട്ടിയിട്ട് ആയിണ്ടാവും. നമ്മുടെ പോപ്കോൺ നല്ല റെഡി ആയിണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കർ ഉണ്ടേന, അതിനൊക്കെ റിങ് പിന്നെ അത് വിസൽ ഉണ്ടേന, അത് കുറച്ച് മാറ്റി വെക്കണം. പിന്നെ അത് ഇതിലേക്ക് സെയിം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇടണം. നോക്കൂ, പൊട്ടന സൗണ്ട് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ 2 മിനിറ്റ് ആയ ശേഷം അതൊക്കെ സൗണ്ട് വരും. 2 അല്ലാതെ 1 മിനിറ്റ് തന്നെ ആയിണ്ടാവും. സോ ഇതായിപ്പോ അങ്ങനെ പൊട്ടന സൗണ്ട് വരുന്നുണ്ടെന്ന, അത് കുറച്ച് 4-5 മിനിറ്റ് ആവുമ്പോൾ അത് നിർത്തിയും. സോ നമുക്ക് അത് സൈൻ ആണെങ്കിൽ ഇത് ആയിണ്ട്. നമ്മുടെ പോപ്കോൺ നല്ല ആവാൻ തുടങ്ങി. ഇത് ചാടി വരും, അത് ചാടി വരില്ല, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെ വാച്ചില് കുറച്ച് നോക്കാം ടൈം. നോക്കൂ, ഇപ്പൊ പൊട്ടന സൗണ്ട് നിർത്തി. ഞാൻ ഗ്യാസ് സ്ലോ ആക്കണ്ടേ, നമുക്ക് കുറച്ച് തുറക്ക് നോക്കാം. അതിന്റെ മാറ്റി വെക്കാം പൊട്ടന്. ഗ്യാസ് ഓഫ് ആക്കി ഞാൻ. ഇവിടെ ഇത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ, അതൊക്കെ നമുക്ക് ഇടണം കുറച്ച്. നോക്കൂ, നല്ല ചൂട് പോപ്കോൺ ഇപ്പൊ നമുക്ക് കുറച്ച് കഴിക്കാം. നല്ല ടേസ്റ്റി നമ്മുടെ പോപ്കോൺ റെഡിയായി. കുറച്ച് ഇപ്പൊ സജ്ജിലേക്ക് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാം. ഇത് കുറച്ച് കരുകി എടുക്കാം. സോ ഇപ്പൊ നമുക്ക് 2ാമത്തെ ടൈപ്പ് റെഡി ആക്കാം. ഞാനത് കുറച്ച് ചട്ടി കുറച്ച് വാഷ് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇപ്പൊ നമുക്ക് കുറച്ച് ബട്ടർ എടുത്ത് പോപ്കോൺ റെഡി ആക്കാം. പിന്നെ പക്ഷെ നമുക്ക് ചട്ടിലേക്ക് 1 സ്പൂണ് എണ്ണ ഒഴിക്കാം. പിന്നെ അത് ബട്ടർ ഒഴിക്കാം ഇതില്, അല്ലെങ്കിൽ ബട്ടറിന് കരിഞ്ഞി പോവും പെട്ടെന്ന്. അത് വേണ്ടിട്ടാ. പിന്നെ അത് കുറച്ച് മെൽറ്റ് ആവണം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇത് കുറച്ച് അംചൂർ പൊടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടിയിട്ട് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടണം. സോ ഇത് ഞാൻ ഇപ്പൊ മസാല ഇതിലെടുത്തു. പിന്നെ നമ്മുടെ ഇപ്പൊ ജസ്റ്റ് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിലിടണം പോപ്കോൺ. നന്നായിട്ട് കുറച്ച് ഇളക്കി കൊടുക്കാം.
നല്ല ബട്ടറുടെ മണമൊക്കെ വരുന്നുണ്ട്. അതെല്ലാം പിന്നെ നമുക്ക് അടച്ച് വെക്കാം. പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ഇത് കൂടി കുറച്ച് നൈസായിട്ട് പൊട്ടി തുടങ്ങും. കുറച്ച് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതിന് ഞാൻ ബട്ടർ എടുത്തു ഇത് വേണ്ടിട്ടാ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ബട്ടർ പോപ്കോൺ ഉണ്ടാക്കാം. കുറെ പേർക്ക് ബട്ടർ പോപ്കോൺ ഇഷ്ടമാണ്, ബട്ടറിന്റെ ടേസ്റ്റ്. സോ അങ്ങനെ കുറച്ച് ബട്ടർ എടുത്ത് ഉണ്ടാക്കാം. പക്ഷേ കുറച്ച് എണ്ണ ഒഴിക്കണം, 1 ടീസ്പൂൺ. അല്ലെങ്കിൽ അത് ബട്ടറിനാ കുറച്ച് കരണിപ്പോവും. അതിനനുസരിച്ചാ അത് അങ്ങനെ ആവും. സോ അത് വേണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് സൗണ്ട് തുടങ്ങി. സംസാരിച്ചിട്ട് ഇത് കൂടി ആവുന്നുണ്ട്. അത് നമ്മുടെ शॉप पोम ना അത് അവിടെ നല്ല അമ്മ അങ്ങനെ मीन्स आते ही रहते हैं वो बाहर देखो ऐसा അതിന്റെ മെഷീന്റെ അത് ഇപ്പൊ ഇതായിണ്ട് മാറ്റി വെക്കാം. ഇപ്പൊ തന്നെ ആവണ മാറ്റി വെക്കാം. ഇത് ആക്ച്വലി ഇതിന്റെ എരിവ് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സജിൽക്ക് അത് ഇഷ്ടാവില്ല. സോ അത് വേണ്ടിട്ട് ഞാൻ അങ്ങനെ മുകളിൽ കുറച്ച് കുരുമുളക് എടുത്തു. അത് കുറച്ച് മിക്സ് ചെയ്യാം ഇപ്പൊ തന്നെ. അത് കുറച്ച് ചൂടിനെ ഉണ്ടേനാ അത് വേണ്ടിട്ടാ. മതിയാവും. ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇത് സജ്ജയുടെ ആക്ച്വലി ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തു അത് ഉണ്ടാക്കുമ്പോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അത് കുരുമുളക് പൊടി കുറച്ച് കുറഞ്ഞിട്ടായി. സോ അത് വേണ്ടിട്ട് ഞാൻ കുറച്ച് അങ്ങനെ ചൂടായ സമയം കുറച്ച് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തു. നല്ല എരിവുണ്ട് അവരുടെ. നമുക്കത് സാധാ പോപ്കോണ് മതി എനിക്ക് അത് കഴിക്കാം. നമുക്ക് നല്ല ക്രിസ്പി മീൻസ് അങ്ങനെ എന്താ പറയുന്ന കുർക്കുർ ഉണ്ട് നമ്മുടെ പോപ്കോൺ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ. പോപ്കോൺ അങ്ങനെ കുറച്ച് മേടിച്ചിട്ട് കടയിൽ ഇപ്പൊ ഇത് കിട്ടും നമുക്ക് ഷോപ്പിലേക്ക്. പിന്നെ അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കാം ഇഷ്ടം മീൻസ് മൂഡ് ഉണ്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആവും. പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ഇതാവും എന്താ പറയുന്നത് ഇഷ്ടാവും, കൂടുതൽ ഇഷ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവി നോക്കിയ സമയം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അത് കുറച്ച് ഉണ്ടാക്കിട്ട് കഴിക്കാം. വീട്ടിലെന്നെ പോപ്കോൺ കഴിക്കാം. ഇപ്പൊ ഞാനമ്മ കഴിക്കാം. നോക്കൂ നല്ലായിട്ട് കാണുന്നുണ്ട് ഭംഗിയായിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഞാൻ അവിടെ. സോ അത് കുറച്ച് കളർ വന്നു, യെല്ലോ മഞ്ഞ കളർ വന്നു. അത് മണ്ണ് നമ്മുടെ മണ്ണ് പറയും മണ്ണ് യെല്ലോക്ക് മണ്ണ് പറയും മഞ്ഞ പിന്നെ അത് സോയിലേക്ക് മണ്ണ് അതന്നെ. അത് കുറച്ച് ഇത് മഞ്ഞ. യെല്ലോക്ക് മഞ്ഞ പിന്നെ അത് മണ്ണ്. ശരി. അത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോ എനിക്ക് ഓരോ സൗണ്ട് ചെയ്യും. ഇത് യെല്ലോടെ മഞ്ഞ പിന്നെ അത് മഞ്ഞ്. അത് നിങ്ങൾക്ക് കേട്ടുമ്പോ ശരിയായിട്ട് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾ കമന്റ് ചെയ്തിട്ട് പറയൂ. കഴിക്കാം. സൂപ്പറായിണ്ട്. ഇവിടെ നമ്മുടെ കുട്ടീസ് വന്നതാണ്. പക്ഷെ അവർക്ക് പോപ്കോൺ ഇഷ്ടമില്ല. അവൻ പോപ്കോൺ അങ്ങനെ കുറച്ച് കഴിക്കും. പിന്നെ അത് എന്താ പറയണേ അത് കഴിക്കില്ല ശരിക്കായിട്ട്. നോക്കൂ കുഞ്ഞി വന്നു. അത് നമ്മുടെ പൂച്ചാസ് ഉണ്ട് കുഞ്ഞി പിന്നെ കുട്ടീസ് അവർക്ക് ഇത് കഴിക്കുന്നില്ല. അവരെ കുറച്ച് കഴിക്കും പക്ഷെ അത് തുപ്പിക്കളയണം. അങ്ങനെ ജസ്റ്റ് അങ്ങനെ കുറച്ച് സ്പോഞ്ചി ഉണ്ട് പോപ്കോൺ നമ്മുടെ കുറച്ച് സ്പോഞ്ചി ഉണ്ടാവും. സോ അവർക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് അങ്ങനെ എന്താ പറയണേ ഇഷ്ടാവില്ല അങ്ങനെ അത് വേണ്ടിട്ടാ.
സൂപ്പർ ഇരുവായിനാ ഞാനിപ്പോ ജസ്റ്റ് സജിൽക്ക് ചോദിച്ചിട്ട് വന്നു എങ്ങനെയായിണ്ട്. അവൻ പറഞ്ഞു നല്ല ആയിണ്ട്. പിന്നെ അമ്മ എങ്ങനെയായിണ്ട്? ആ എന്റെ ഇതാണ് കാര്യം അമ്മ. ഞാൻ ഏതാ ഉണ്ടാക്കും അത് ഞാൻ ചോദിച്ചിട്ട് പുഷ്തയൂരോങ്കി എങ്ങനെയായിണ്ട് പിന്നെ ഞാൻ പറയും ആ ടേസ്റ്റി ആയിണ്ട്. എന്റെ സന്തോഷം നമ്മ മെയ് ഖാത്തെ മെയ് പോലത്തെ. സോ ഇതാണ് നമ്മുടെ പരിപാടി. സോ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ കൂടെ നമ്മുടെ ഇന്നലത്തെ കുറച്ച് അമ്പലത്തിലേക്ക് പരിപാടിക്ക് ഷെയർ ചെയ്തു. പിന്നെയും കുറച്ച് പോപ്കോൺ നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കഴിച്ചു. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ. ടാറ്റാ. ഇവിടെ കുട്ടീസ് കുറച്ച് മ്യാവ് മ്യാവ് പറയണേ.